പിന്നെ മനോജേ, ആ നമുക്ക് എല്ലാവരും കൂടെ ഒരു ടൂർ പോയാലോടാ? എവിടെ എങ്ങനെ ഉദ്ദേശിക്കുന്നത്? എവിടെ എത്ര സ്ഥലം പോകാൻ വേണ്ടിയിട്ട്? ഇപ്പൊ ഇതിനിടയ്ക്ക് കുഞ്ഞിരാമട്ടം നമ്മുടെ ഊട്ടിയില്ല, എവിടെയാ പോയത്? അത് ഊട്ടിയില്. ആ ഊട്ടി പോയാ നമ്മുടെ ഈ മേഖലത്ത് ഇഷ്ടംപോലെ ടൂറിസ്റ്റ് കേന്ദ്രമില്ലേ? അതെ അതെ, ഇവിടെ ഉണ്ട്. ഞായറാഴ്ച കൊട്ടത്തലച്ചി പോയാലോ? കൊട്ടത്തലച്ചി ഞായറാഴ്ചയാണ് കയറുന്നല്ലേ? ഞായറാഴ്ച കൊട്ടത്തലച്ചിയെല്ലാം അങ്ങ് എത്തിപ്പോയി കുഞ്ഞേട്ടാ. പണ്ടത്തെ പോലെ കഷ്ടപ്പെട്ട് കുന്നു കയറുന്ന അവസ്ഥയൊന്നുമല്ല ഇപ്പോൾ. ഇവിടെ നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഇന്നലെ പയ്യന്നൂർ താവത്തുനിന്ന് കുറേ പിള്ളേർ വന്നിട്ടുണ്ട്. അവർ വന്നത് ഒരു കുഞ്ഞ് താവത്തുകാരിയും ബാക്കിയെല്ലാം ബാംഗ്ലൂർ ടീമാണ്. ഒന്നിനും ഭാഷ അറിയില്ല, ഒരു ഉണ്ടാക്കുവാൻ. ഞാനിവിടെ കൊണ്ടുവന്നിരുന്ന അമ്പലത്തിൽ ചോറെല്ലാം വെച്ച് കൊടുത്തിട്ട് വിട്ടു. ഇവിടെ ഇപ്പം എന്തെല്ലാം സംവിധാനം ഉണ്ട്. നമുക്കിപ്പം ഭയങ്കര സെറ്റപ്പ് അല്ലേ. അതെ, നമ്മുടെ നാട്ടിലെല്ലാം എത്ര സ്ഥലമുണ്ട്? കോഴിച്ചാലുണ്ട്, രാജഗിരി ഉണ്ട്, ജോസഗിരി ഉണ്ട്. ഇവിടെ ഒരു നാച്ചുറൽ കേവ് ഉണ്ട്. അതെവിടെയാ? ഓടക്കൊല്ലം ഒരു നാച്ചുറൽ കേവ് ഉണ്ട്. എന്ത് സെറ്റപ്പ് അവിടെ അറിയാം? അതിന്റെ ഇപ്പുറത്ത് ഒരു വെള്ളച്ചാട്ടം. അതൊരു വ്യക്തിന്റെ അല്ലേ? വ്യക്തികൾ തന്നെ. അയാളത് കണ്ടെത്തിയിട്ട് ഇത് അവരുടേതാണോ? എല്ലാവരും ഇത് വ്യക്തിയല്ല, അതൊരു ട്രസ്റ്റാണ്. കുറച്ച് ആളുകൾ കൂടിയിട്ട് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവരതിന് ഫണ്ട് മുടക്കിയിട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇതെല്ലാം ഈ പാർക്കെല്ലാം പോലെ തന്നെ. അത് ഇതിനെക്കാട്ടും കുറച്ചും കൂടെ വ്യൂ പിന്നുള്ളതാണ് ഈ ഇവിടെയുള്ളത്. അതുപോലെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കോട്ടത്തലച്ചി, താബോർ, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ പ്രകൃതി മനോഹരമായ പ്രദേശങ്ങളാണ്. തിരുനെറ്റിക്കല്ലുണ്ട്, ഒരുപാട് സ്ഥലം അധികം പറയുന്നത് കുഞ്ഞാട്ടൻ്റെ ഓള വീട്ടിന്റെ അടുക്ക പോയാലും ഇല്ലേ? അതെ, കൂമ്പക്കുന്നല്ലേ? കൂമ്പക്കുന്ന് അത്ര മനോഹരമായ പ്രദേശം. കൂമ്പക്കുന്ന് അവിടെ ഒരു കോട്ട പോലത്തെ സംഭവമില്ലേ? അവിടെ ഇല്ല അല്ലേ? ആ കുഞ്ഞനാട്ടന്റെ ഓള പോയ വീടാ. അതാ കോട്ട. അടുത്ത ഏറ്റവും വലിയ കോട്ടയും കൂളിക്കുട്ടുണ്ട്. കൂളിക്കുണ്ടാവും. ഉദയം കാണാ ഒരു പാറ. ആ പാറയുടെ അടിയിലെ കൂടെ വെള്ളം വരുന്നത്. അതിന്റെ ഉള്ളിൽ കേറാ ഇരിക്കാം എല്ലാം ചെയ്യാം. അതെയാ? അല്ലെ, രാജഗിരിയാ ജോസഗിരി എവിടെയാ ഒരു റിസോർട്ടില്? റിസോർട്ട് കോഴിച്ചാലുണ്ട്. ജോസഗിരിയിലെ റിസോർട്ട് മറ്റേ സർവ്വസോണിക്കിന്റെ. അതാ പറഞ്ഞു, സർവ്വസോണിക്കിന്റെ അവിടെ നല്ല സെറ്റപ്പാണ്. നമുക്കിപ്പം ശരിക്കും പറഞ്ഞ ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് നമ്മളെ നാടാണ് ഏറ്റവും സെറ്റപ്പിലുള്ളത്. പിന്നെ നമ്മളെ നാടിനെ പക്ഷെ അത് നമ്മൾ അംഗീകരിക്കണ്ടെന്നറിയോ? ഇത് കണ്ടെത്തി അത് ഉപയോഗപ്പെടുത്തിയ ആളുകളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടുകാർക്ക് പ്രത്യേകത ഇത് കണ്ടെത്തിയവനെ ഒറ്റപ്പെടുത്തുക. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞാട്ടാ, നമ്മൾ ഈ ശരിക്കും മലയോര മേഖലേന്റെ ടൂറിസ്റ്റിനാണ് നമ്മുടെ സർക്കാർ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് ഞാൻ പറയുന്നത്. പക്ഷെ വേറെ കാര്യമുണ്ട്. ഇവിടെ ടൂറിസം സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ആരുടെ രാഷ്ട്രീയ പാർട്ടിക്കാര്, കോൺഗ്രസ്സുകാരെ വക, വേറെ CPM-കാരെ വക എല്ലാവരും ആക്കി വെച്ചിട്ടുണ്ട്. അതിലും രാഷ്ട്രീയം ഇല്ലാത്ത സംഭവം അതിലെന്താ പ്രശ്നം അറിയാം? ഇപ്പം ആൾക്കാർ പണ്ടത്തെ രാഷ്ട്രീയമല്ല ഇപ്പം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഒന്നിച്ചു കൂടുന്നു. രാഷ്ട്രീയമല്ല, ഏത് ഒന്നിച്ചു കൂടുന്നു ലാഭത്തിന് വേണ്ടി അത്ര. ഇപ്പൊ തിരുനെറ്റിക്കല്ല് ആടെ പണ്ടും ഉണ്ടായിരുന്നു. അന്ന് പോകുമ്പോ നീ പൈസ ഒന്നും കൊടുക്കേണ്ടായിരുന്നല്ലോ. അവിടെ മറ്റേ ജോസഗിരി നല്ല കാലാവസ്ഥയായിരുന്നു. എന്നിട്ട് കുഞ്ഞിരാമട്ടിന് ഊട്ടി പോയില്ലേ? വയനാട്ടിലെ ഊട്ടിയിലും കുഞ്ഞിരാമട്ട് പോകുന്നു. ഇതിനെക്കാട്ടും ഈ വയനാട്ടിനെക്കാട്ടും ഊട്ടിയെക്കാട്ടും നല്ല സ്ഥലം. അത് തെറ്റ് പോയിട്ടാ. നമ്മളെ നാട്ടില് ഒരു സംവിധാനം ഉണ്ട്, ശരിയാണ്, നമ്മളത് കാണണം. അത് കഴിഞ്ഞ് മറ്റൊരു നാട്ടിലെ സംവിധാനം ഉണ്ട്, നമ്മൾ കാണേണ്ടത്. അല്ല, ഈ നാട്ടിൽ അറിയാതെയാണ് അങ്ങോട്ട് പോകുന്നത്. ഈ നാട്ടിൽ അറിയാണ്ട് പോയി. അതല്ല കോയന്നേട്ടാ പറയുന്നത്, മുറ്റത്തെ മുല്ലക്ക് മണമില്ല. പൈതൽ മലിന്റെ താഴ്വാരത്ത് മഞ്ഞപ്പുല്ല് എന്നെല്ലാം പറഞ്ഞ സ്ഥലമില്ലേ? അതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഊട്ടീനെ വലിയ സ്ഥലം, നല്ല സ്ഥലങ്ങളാണ്. നമുക്ക് അതിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്നേ. ബേക്കൽ വലിയ പ്രശസ്തി ഇങ്ങനെ അവിടെയുള്ള ആ കോട്ട ബേക്കലുള്ളതിന്റെ 10 ഇരട്ടി കാണാൻ ബേക്കൽ കോട്ട മാത്രമേ ഉള്ളൂ. മുകളിലെ കൂടെ പോകുന്നവര് ഇങ്ങനെ കമ്പി തൂങ്ങി പോകുന്നതും പിന്നെ ഒരു വട്ടം കറങ്ങുന്ന സാമാനം. എന്നിട്ട് അവിടെ ഉള്ള കടൽപ്പാലം ഇത് ഡ്രം കെട്ടിയിട്ട് അങ്ങനെ ബേപ്പൂരുണ്ടല്ലോ. കടലിലെ കൂടെ 1 കിലോമീറ്റർ റോഡ് ഞാൻ പോയി കണ്ടതാണ്. വേപ്പുണ്ട്. അല്ലെന്നേ, ഇത് പ്രശ്നം വെച്ചാൽ നമ്മുടെ പ്രദേശത്തെ ഈ ഇത്തരം കേന്ദ്രങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല. നമ്മളെ ആളുകൾ ധരിച്ചു വെക്കുന്നത് അതാ ഓന്റെ തന്നെ, ഓനെന്തിന്. പക്ഷെ ആ ഒരു സാധ്യത കണ്ടെത്തി ഓനെ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ആരും തയ്യാറാവുന്നില്ല. പക്ഷെ ഈ ഇത്രയും ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഈ കുറേ സ്ഥലങ്ങള് ഇപ്പൊ പച്ചല എന്ന് പറഞ്ഞ റിസോർട്ടുണ്ട്, തിരുനെറ്റിക്കല്ലുണ്ട്, അതുപോലെ മറ്റേ നാച്ചുറൽ കേവ് ഉണ്ട്, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം കണ്ടുപിടിച്ചത് ഒരു വ്യക്തിന്റെ തലയാണ്. അയാളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. അയാള് പൈസ മുടക്കി പൈസ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ കാണുന്നത് അയാൾ പൈസ മുടക്കിയതല്ല, ഓൻ പൈസ ഉണ്ടാക്കുന്നത്. ഇവിടെ പിന്നെ ഇവര് ചെയ്യുന്നുണ്ട്, ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ പൈസ എല്ലാം വേണ്ടിയിട്ട് ചെയ്യുന്ന കുറെ സംഘടനകളുണ്ട്. ഇവിടെ സംഘടനകളുടെ സൊസൈറ്റികൾ
പക്ഷെ അവർക്കൊന്നും ഇതുവരെ ഒരു കാര്യവും ചെയ്യാൻ അവരെ കൊണ്ട് പറ്റിയിട്ടില്ല. ഈ ബോർഡ് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബോർഡുണ്ട്, പൈസ മേടിച്ചിട്ട് അല്ല അത് സർക്കാരിന് സബ്സിഡിയും അതും കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി എന്ന് മാത്രമാണ്. അതെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്കും കഴിയുന്നില്ല. നമ്മൾ നോക്കുന്നത് അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. അത്ര ആൾക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. അത് ശരിക്കും എൻ്റെ ഇതെല്ലാം ഗവൺമെന്റിന്റെ തന്നെ വരണം സംഭവം. എന്ന് കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റിന്റെ അണ്ടറിൽ വന്നു കഴിഞ്ഞാൽ ഇത്രമാത്രം ഡെവലപ്മെന്റ് ഉണ്ടായാലും സ്വകാര്യ വ്യക്തി ഒരു സാധനം ചെയ്യുന്നത് അവൻ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനാണ്. അവൻ അതിൽ എത്ര പൈസ മുടക്കാനാണ് അവൻ തയ്യാറുമാണ്. പക്ഷെ ഗവൺമെന്റിൽ എന്ന് പറഞ്ഞൊരു ഫണ്ട് കൊടുക്കുന്നതിന് കണക്കുണ്ട്. ആ ഫണ്ട് കൊടുത്താൽ ഓരോ എത്ര ഉണ്ടാക്കാം അതൊന്നൊരു വിഷയമായി നമ്മളിപ്പോൾ കാണുന്നില്ലേ എല്ലാ സ്ഥലത്തും ടൂറിസം എല്ലായിടത്തും. ഇപ്പം നമ്മളൊരു നോട്ടീസ് നോക്കും. ഇപ്പം നമ്മൾ വയനാട് പോയി നോക്കി എവിടെയാ പൈസ ഇല്ലാത്ത? വയനാട് പോയിട്ട് ടിക്കറ്റ് മുറിക്കാത്ത ഒരു സ്ഥലം അത് നമ്മളെ സർക്കാരായിട്ട് ഉരുളോട്ടിയ സ്ഥലം കാണാൻ അതിന് ടിക്കറ്റ് മുറിക്കും. ഇതാണ് അവസ്ഥ. നടത്തിട്ടുണ്ട് എന്തെല്ലാം ഇതിന്റെ പിന്നെ ഒരു ഇതായിരിക്കും. ഞാൻ പറഞ്ഞാലേ നമ്മളെ നാടിന്റെ സൗന്ദര്യം കാണാൻ വേണ്ടി നമുക്ക് കഴിയുന്നില്ല, പിന്നെ ആർക്കും അത് കഴിയുക? നമുക്ക് കഴിയണം. എന്തിനു പോയെന്നല്ല, നമ്മളിപ്പോ ഇരിക്കുന്ന 4 ആള് നമ്മളെല്ലാരും സ്ഥലം തേച്ച് കണ്ടിട്ടുണ്ടോ? അതാണ് എന്റെ ഏറ്റവും വലുത്. അപ്പൊ കുഞ്ഞിരാമട്ടാ പിന്നെ ഒന്ന് ബേക്കല് ഞാൻ കണ്ടില്ല. കുഞ്ഞിരാമട്ടാ ഊട്ടി കണ്ടില്ലേ? ഊട്ടി ഞാൻ അന്ന് ഊട്ടി പോയി എന്നല്ല പറഞ്ഞത്. ഞാൻ ഈ പറയത്തൊക്കെ ഒരു ചെറിയൊരു ഊട്ടിയിൽ പോയിട്ട് എനിക്ക് ഞാൻ എല്ലായിടത്തും പോയിട്ടുണ്ട്, ഒരു സ്ഥലം ഒഴിവാക്കിയില്ല. പക്ഷെ എനിക്ക് അത്ര വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണെന്നൊന്നും തോന്നില്ല. പക്ഷെ ഈ നമ്മുടെ നാട്ടില് ഈ ഉറവ പൊട്ടുമ്പോൾ വെള്ളത്തിൽ തുള്ളാൻ വേണ്ടി ഹിന്ദിക്കാർ വല്ലുണ്ട്, അല്ലെ സായിപ്പന്മാർ. അതേപോലെ മാത്രമേ ഇല്ലൂ നമ്മുടെ നാട്ടിൽ ഒരു ഉറവ പൊട്ടം നമുക്ക് വലിയ സംഭവം അത്രേ ഇല്ലൂ. അപ്പോഴേ കുഞ്ഞാവട്ടാ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു കാര്യം ചെയ്യാം. അയ്യപ്പന്റെ സഹായത്തിൽ നമുക്ക് ഈ പറയുന്ന സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നമുക്ക് കാണാം. നമുക്ക് ആദ്യം അതെ, ശേഷം ബാക്കി എന്നിട്ട് വേണം മറ്റുള്ള നൊട്ട പറയാൻ വേണ്ടിട്ട്. സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ 100% ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ്, ലാബ് ടെക്നീഷ്യൻ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ. ചുരുങ്ങിയ ഫീസ് നിരക്ക്, തവണകളായും ഫീസ് അടയ്ക്കാം. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9947771550.